ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സുപ്രജ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നാളെ വിഷു അല്ലേ, അപ്പൊ ഇന്ന് കുറച്ച് കൊന്നപ്പൂ വലിച്ചിട്ടുണ്ട്. ആ കൊന്നപ്പൂ ഒന്ന് പാലക്കാട് ടൗണിൽ പോയി സെയിൽ ചെയ്യലോ ആലോചിക്കുക. അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി. നമ്മളങ്ങനെ കൊന്നപ്പൂക്കെ വലിച്ചിട്ട് അടുക്കി വെച്ചോണ്ടിരിക്കണം. കാറിൽ വെക്കാൻ പറ്റുന്ന മാതിരി ട്രയല് നമ്മ കാറിലാ പോണു കേട്ടാ. അങ്ങനെ നമ്മളെ കൊന്നപ്പൂവായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കോട്ട മൈതാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് കൊന്നപ്പൂ ഉള്ളൂ, അത് സെയിൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ കൊന്നപ്പൂ എത്ര ഉണ്ട് കാണിച്ചേട്ടാ. സനിയനാണ് നിൽക്കുന്നത് കൊന്നപ്പൂവിൻ്റെ ഇതായിട്ട്. ഗായ്സ് അങ്ങനെ നമുക്ക് ആദ്യത്തെ കൈനീട്ടം കിട്ടിയിരിക്കണം. ഇവരാണ് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമേഴ്സ്. ഇവരിന്റെ അടുത്ത് നിന്ന് നമുക്ക് കൈനീട്ടം കിട്ടിയത്. ഗൈസ് അതിനെ സോകായിരിക്കും ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഒരു കച്ചവടക്കാരുണ്ട്, അവിടെ ഒരു കൊന്നപ്പൂ കടയുണ്ട്, അത് ലെഫ്റ്റ് സൈഡ് വേറൊരു കൊന്നപ്പൂ ഉണ്ട്. സംഭവം നമ്മുടെ സാധനം വന്നിട്ട് എന്താ പറയാ വാടാൻ തുടങ്ങി. കാരണം നല്ല വെയിലുണ്ട്, നമ്മൾ നിൽക്കണ നല്ല വെയിലുള്ളതുകൊണ്ട് തേയില് നല്ല കമ്മി. എന്താ ചെയ്യാ, അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ വണ്ടി നിർത്താൻ സ്പേസ് ഉണ്ട്, ഇവിടെ വണ്ടി നിർത്താൻ സ്പേസ് ഇല്ല. കുഴപ്പമില്ല, ഈ ഫ്രൂട്ട്സ് കടയിലത്തെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മ ഈ ഫുൾ കൊന്നപ്പൂ വിറ്റാ മാത്രം ഞാൻ ഒന്ന് പൂള് കഴിച്ച് വീട്ടിലേക്ക് പോണ്. ഇത് ഫുള്ള് വിറ്റിട്ട പൂള് വേണ്ടിയിരിക്കുകയാണ് ഞാനും അനിയനും. എന്തായാലും വിൽക്കും. ഏട്ടാ എത്ര രൂപ കൊന്നപ്പൂ? 50 രൂപ. ഒരു പിടി 50 രൂപ. എന്റെ പൊന്നെ എന്താ ചൂട്! കൊന്നയൊക്കെയാണെന്ന് വെച്ചാൽ ചൂടായിട്ട് വാടാൻ ആഴമാരുണ്ട്. പാലക്കാട് നല്ല ചൂടുണ്ട്. ഈ സമയത്തൊന്നും ആരും വെളി വരില്ല തോന്നുന്നു. വിറ്റിട്ട് ഇനി ആകെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു, അപ്പോൾ വേസ്റ്റാണ്. ഇനി 3 കൂടിയുണ്ട്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട്, നല്ല വെയിലാണ് ഗൈസ്. അതുകൊണ്ട് ഒരു 30 രൂപയ്ക്ക് വിറ്റിട്ട് ഇതെങ്ങനെയും 30 രൂപയ്ക്ക് വിറ്റിട്ട് പോകാൻ വേണ്ടി നിൽക്കണം അനിയൻ. അതിന് നല്ല വിശപ്പുണ്ട്. സമയം 3 മണിയായി, അവന് ഫുഡും ഇല്ല. ചെക്കൻ ഇത് കഴിഞ്ഞ് എങ്ങനെ പോയാലും ബിരിയാണി കഴിക്കാൻ വീട്ടിൽ പോയില്ലെന്നാ പറയുന്നത്. എന്നെ പോയിട്ട് ബിരിയാണി കഴിക്കുക ആറ് പറഞ്ഞു. അപ്പൊ ശരി, എന്തായാലും ഇത് 3 ഉള്ളൂ, അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി നിൽക്കാണ് ഗൈസ്. അങ്ങനെ നമ്മളെ കൊന്ന കച്ചവടം കഴിഞ്ഞിരിക്കും ഗൈസ്, പൂര കഴിഞ്ഞു. നമുക്കാകെ സാധനം കൊണ്ടുവരാം. നമുക്കാകെ 1000 രൂപ കിട്ടിയിട്ടുണ്ട്, 1500 കിട്ടിയിട്ടുണ്ട്. അതിൽ 500 രൂപ പെട്രോൾ അടിക്കാം. പെട്ടി തടാ ഗൈസ്. നമ്മങ്ങനെ 1500 രൂപ കൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ കൊന്ന കച്ചവടം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്നീ കുറവുണ്ട് വെച്ചാൽ ആ കമൻറ്റ് ബട്ടണിലൊന്ന് കമൻറ്റ് അടിക്കേണ്ടതാണ്. അതേപോലെ നാളെ അല്ല, നിങ്ങൾ വീഡിയോ കാണുന്നത് ഇന്നായിരിക്കും, നാളെ ആയിരിക്കും. നാളെ പറയുമ്പോൾ നാളെ വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു ഗൈസ്. അപ്പോൾ ഓക്കെ ബൈസ്, ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.